എങ്ങനെയാണോ VS-നെ ഒരു നോക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയൊക്കെ ആളുകൾ വീടുകൾക്ക് മുകളിലും മറ്റുമൊക്കെ നിൽക്കുന്നു. റോഡിന് ഇരുവശവും എങ്ങനെയെങ്കിലും VS-നെ ഒരു നോക്ക് കാണണമെന്ന ആഗ്രഹം മാത്രമാണ് അവർക്ക് ഉള്ളത്. വാഹനം വിലാപയാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. ഇനി ആലങ്കോട്ടേക്കാണ് വിലാപയാത്ര എത്തുക. അവിടെയും നിരവധി പേർ കാത്തു നിൽക്കുന്നുണ്ട് VS-നെ. അവിടെ മാത്രമല്ല, റോഡിന് ഇരുവശവും വിലാപയാത്ര കടന്നു പോകുന്ന റോഡിന് ഇരുവശവും ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് ഓരോ പോയിന്റിലും മാത്രമായിരിക്കും വാഹനം നിർത്തുക. ഇനിയും ഒരുപാട് ദൂരം താണ്ടേണ്ടതുണ്ട്. നിശ്ചയിച്ച സമയക്രമങ്ങളൊക്കെ മാറിയിരിക്കുകയാണ്. ആലങ്കോട് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഏറെ പണിപ്പെട്ട് കച്ചേരി നട കൂടി കടന്നിരിക്കുകയാണ് വിലാപയാത്ര. അത്രമാത്രം ജനങ്ങൾ അവിടെ തിങ്ങി നിറഞ്ഞിരുന്നു. ഇനി ആലങ്കോട്ടേക്കാണ് വിലാപയാത്ര എത്തുന്നത്. റോഡിന് ഇരുവശവും ആളുകളെ നമുക്ക് കാണാം. എന്താണ് ആ പോയിന്റിൽ ഉള്ളത്? നിരവധി പേർ കാത്തു നിൽക്കുന്നുണ്ടോ? എന്താണ് അവിടുത്തെ അവസ്ഥ? തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറിയ സമരാവേശത്തിന്റെ അമരക്കാരനെ അവസാനമായി ഒരു നോക്ക് കാണാൻ നൂറുകണക്കിന് ആളുകളാണ് ആലങ്കോട് മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നത്. മഴ നേരിയ തോതിൽ ഏതാനും മിനിറ്റുകൾ ഇവിടെ പെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും വകവെക്കാതെ ഒരു കുട പോലും ചൂടാതെ VS-ന് വേണ്ടി പരമാവധി ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ച് എനിക്ക് പിന്നിൽ നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും നിൽക്കുകയാണ്. ഏറെ മണിക്കൂറുകളായി സ്ത്രീകളും കുട്ടികളും ഒക്കെയായി ഒരുപാട് പേർ VS-ന്റെ സ്വതസിദ്ധമായ ശൈലിയുണ്ട്, വാക്കുകൾ കൊണ്ട് പ്രകമ്പനം കൊള്ളിച്ച, ആറ്റിങ്കൽ പിന്നിട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകമെന്ന് തന്നെ പറയാവുന്ന ആലങ്കോട്ടേക്ക് അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം, അദ്ദേഹത്തിന്റെ ഭൗതികദേഹം വഹിക്കുന്ന വാഹനവ്യൂഹം എത്തുമ്പോൾ അതിൽ ഒരു നോക്കി കണ്ട് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരിക്കുകയാണ്. ആലങ്കോട് ഏതാണ്ട് 9 മണിയോടെ പുന്നപ്രയിലെത്തുമെന്ന് പറഞ്ഞിരുന്ന ഈ വിലാപയാത്രയാണ് ഇപ്പോൾ 5 പോയിന്റുകൾ കൂടി കടന്നാൽ മാത്രമേ തിരുവനന്തപുരം ജില്ല പിന്നിടുകയുള്ളൂ. അപ്പോൾ എത്രയധികം ആളുകളാണ് ഈ 9 മണിക്കൂർ പിന്നിടുന്ന വിലാപയാത്രയ്ക്ക് അദ്ദേഹം ദർബാർ ഹാളിൽ നിന്ന് തുടങ്ങിയ വിലാപയാത്രയിൽ VS-ന്റെ ഭൗതികദേഹത്തെ അനുഗമിച്ചത്. അതോടൊപ്പം റോഡിന് ഇരുവശവും അദ്ദേഹത്തിന് അവസാനമായി അന്ത്യാഞ്ജലി അർപ്പിച്ചതൊക്കെ അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. വാക്കുകൾക്ക് അതീതമാണ് പ്രവർത്തകരുടെ വികാരം. VS-നെ സ്നേഹിച്ചിരുന്നത് പാർട്ടി പ്രവർത്തകർ മാത്രമായിരുന്നില്ല. കേരളത്തിന്റെ പൊതുമനസാക്ഷി അദ്ദേഹം എടുത്ത നിലപാടുകൾക്കൊപ്പം, ജനകീയ വിഷയങ്ങളിൽ അദ്ദേഹം കൈക്കൊണ്ട അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ നിലപാടുകൾക്കൊപ്പം എന്നും നിൽക്കുന്നതായിരുന്നു. പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായും ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ അത് കേരളത്തിന്റെ മനസാക്ഷി, ജനതയുടെ മനസാക്ഷിക്കൊപ്പം ചേർത്ത് വെക്കുന്നതായിരുന്നു. ആ ജനങ്ങളാണ് VS-നെ അവസാനമായി ഒരു നോക്കി കാണാൻ ഇവിടെ തിങ്ങിക്കൂടി നിൽക്കുന്നത്. എന്തായാലും കൊച്ചുകുട്ടികളുമായി വരെ ഇവിടെ കാത്തു നിൽക്കുന്ന ഒരുപാട് പേര്. എവിടുന്നാ വരുന്നത് നിങ്ങൾ? ആലങ്കോട് തന്നെയാണ്. ആലങ്കോട് തന്നെയാണ്. VS-നെ നേരത്തെ കണ്ടിട്ടുണ്ട്? നേരത്തെ കണ്ടിട്ടുണ്ട്. പാലക്കാട് നിന്നോ? ഓക്കെ, പാലക്കാട് നിന്ന് വരുന്ന ഒരു എപ്പോഴാണ് ഇവിടെ എത്തിയേ? ഞങ്ങൾ 2 മണിക്ക് എത്തി. VS-നെ കാണാൻ എത്തിയതാണ്? കാണാൻ വേണ്ടി മാത്രം. പാലക്കാട് നിന്ന് ഇവിടേക്ക് എത്താൻ കാരണം? VS-നെ കാണുന്നതിന് വേണ്ടി. അല്ല, ആലങ്കോട്ട് വരാൻ കാരണം എന്താണ്? ഇവിടെ ട്രാഫിക് കുറവായതുകൊണ്ട് ഇവിടുന്ന് ശരിക്കും കാണാൻ പറ്റും. എത്ര പേരായിട്ടാ വന്നത്? ഒറ്റയ്ക്കാണോ? ഞങ്ങൾ ഒരു വണ്ടിയിൽ വന്നു. 12 പേര്. അതായത് പാലക്കാട്ട് നിന്ന് VS-നെ കാണാൻ എത്തിയ ഒരു പ്രവർത്തകരാണ് എന്നോട് അദ്ദേഹത്തിന്റെ VS-നെ കാണാനുള്ള ആഗ്രഹം, അതായത് ഇവിടെ നിന്നാൽ കുറച്ചുകൂടി സൗകര്യമാണ് അദ്ദേഹത്തെ കാണാൻ, അതുകൊണ്ടാണ് പാലക്കാട്ട് നിന്ന് 12 പേരടങ്ങുന്ന അവരുടെ ഒരു ടീം ഇവിടേക്ക് എത്തിയതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെ ഒരുപാട് ആളുകൾ ഈ റോഡിന് ഇരുവശവുമുണ്ട്.